ഇന്ന് എല്ലാവരും ലീവായി വീട്ടിലിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ചെറിയൊരു പാചകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ ചില്ലി ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും? ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ചില്ലി, അതായത് കുട്ടികൾക്കൊക്കെ ഉച്ചഭക്ഷണത്തോടുകൂടി ശുദ്ധമായ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപയോഗം. നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചിക്കൻ, അതിൻ്റെ മസാല റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഒരു മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. ഒരു 1/4 മണിക്കൂറെങ്കിലും നമുക്ക് ഒന്ന് സെറ്റാക്കി മസാല സെറ്റാകാൻ വേണ്ടി നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഈ മസാല ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് സെറ്റാകാൻ വേണ്ടി നമ്മളൊരു 1/4 മണിക്കൂർ നേരം ഇവിടെ വെക്കുകയാണ്. ഈ ചിക്കൻ ചില്ലി ഇവിടെ മസാല ഉണ്ടാക്കിയത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ മസാലയുടെ ഉപയോഗം കുറക്കുന്നതിനായി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തു. അതിനാവശ്യമായ മുളക് പൊടി, അതിനാവശ്യമായ ചിക്കൻ ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്, അതിനാവശ്യമായ ഉപ്പ്, അതിനാവശ്യമായ ഒരു ചെറിയ കുഞ്ഞ് സ്പൂണ് കുരുമുളക് പൊടി എടുത്തു. അല്പം 2 തണ്ട് കറിവേപ്പില എടുത്തു. നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ എടുക്കുകയാണ്, പൊരിക്കാൻ വേണ്ടി എടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പാന് ചൂടാൻ വെച്ചു. അതിനുശേഷം ആവശ്യത്തിലുള്ള നമ്മൾ എടുത്തിരുന്ന സൺഫ്ലവർ ഓയിലാണ്. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അല്പനേരം വെയിറ്റ് ചെയ്യാം, ഒന്ന് ചൂടാവുന്നത് വരെ. ഏകദേശം പേര് ചൂടായി വരുന്നുണ്ട്. നമുക്കത് ഒന്നും കൂടി ചിക്കൻ മസാല ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അല്പം ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ പൊരിച്ചെടുക്കാനുള്ള ചിക്കൻ ഏകദേശം 1 സൈഡ് വെന്ത് വരുന്നുണ്ട്. ഇനി ഒന്ന് നമുക്ക് ഈ ചിക്കനെ മറച്ചിടാം. മറച്ചിട്ടതിന് ശേഷം നമുക്ക് സോസൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്ത ചിക്കൻ ചില്ലി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി എടുത്ത അലങ്കാര വസ്തുക്കളാണിത്. ഇതിൽ നമ്മൾ കൃത്രിമമായിട്ടൊന്നും ചേർത്തില്ല. ഇതിൽ നമ്മൾ ഉപയോഗിച്ചത് ടൊമാറ്റോ സോസ് മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ നാച്ചുറൽ ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയെടുക്കാം. നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വലിയ ഉള്ളിലോട്ടേക്ക് ചേർത്ത് നമുക്ക് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അത്യാവശ്യം ടൊമാറ്റോ സോസ് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ടൊമാറ്റോ സോസ് ഉപയോഗിച്ചതിന് കാണുന്നതിന് തന്നെ നല്ലൊരു ഭംഗി കൂടി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ബൗൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ കണ്ണൂരത്തെ സ്പെഷ്യലാണ്, ഹോം മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം മാറ്റങ്ങളുണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഹോട്ടലിൽ കിട്ടുന്ന രീതിയിലുള്ള രുചിയൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ചുരണ്ടിയിട്ട് വിതറി കൊടുക്കാം. നമുക്ക് അതിനുശേഷം കാബേജ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു കാണാൻ ഒരു അലങ്കാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സാധാ ലെവലിൽ വല്ലുള്ളി വട്ടത്തിൽ മുറിച്ചത് നമുക്ക് വെച്ച് കൊടുക്കാം. ഗാർണിഷാണ്. നമ്മുടെ ചെറുനാരങ്ങ
ചെയ്ത് കൊടുക്കാം. 2 പീസ് ടൊമാറ്റോ, നമുക്ക് ഒരു ലീഫ് കറി ലീഫ് വെച്ച് കൊടുക്കാം. അതിന് ഒരു പച്ചമുളകും വെച്ച് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.